എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്ന NCERTയിലെ +1 ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 4.2. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്കറിയാം റിസൾട്ടൻറ്റ് വെക്ടർ R = A + B ആണെന്ന് നമുക്കറിയാം. അതേമാതിരി തന്നെ OS² = ON² + SN². ട്രയാങ്കിൾ ലോ ആണ് വരുന്നത്. അപ്പം ON = OP + PN = OP എന്ന് പറയുന്നത് A ആണ്. അതേമാതിരി PN എന്ന് പറയുന്നത് B ആണ്. ഒരു പാരലലോഗ്രാഫിൻ്റെ സൈഡെങ്കിൽ മറ്റേ സൈഡും B തന്നെ ആയിരിക്കും. അപ്പോൾ P എന്ന് പറയുന്നത് B cos θ ആവും. നമ്മളത് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ അപ്പം SN = B sin θ എന്ന് തരും എന്ന് കിട്ടും. അപ്പോൾ OS² നോക്കുകയാണെങ്കിൽ ON + SN. അപ്പോൾ ON എന്ന് പറയുന്നിടത്ത് A + B cos θ, B എന്ന് പറയുന്നിടത്ത് SN എന്ന് പറയുന്നിടത്ത് B sin θ. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ OS² ചെയ്യുമ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഒരു ഉത്തരം കിട്ടും. അപ്പോൾ R² = A² + B² + 2AB cos θ ആണ് നമുക്കറിയാം. അപ്പം R = √A² + B² + 2AB AB cos θ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇനി ട്രയാങ്കിൾ OSN എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ OSNൽ വരുന്നത് SN നോക്കുകയാണെങ്കിൽ OS sin α എന്ന് വരും. SN അതായത് സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പോൾ സൈൻ SN എന്ന് പറയുന്നത് സൈൻ ആൽഫ ആയിട്ട് വരും. അതേമാതിരി തന്നെ അടുത്ത ട്രയാങ്കിൾ PSN നോക്കുകയാണെങ്കിൽ അതിൽ SN എന്ന് പറയുന്നത് PN sin θ ആണ്. അപ്പം ഈ രണ്ട് SNഉം സെയിം ആണ്. അപ്പോൾ OS sin α എന്ന് പറയുന്നത് OSൻ്റെ അവിടെ R വരും. അപ്പോൾ ആ സൈൻ ആൽഫ. PS sin θയിൽ PSൻ്റെ അവിടെ B വരും, B sin θ. അപ്പോൾ ഇത് രണ്ടും SN ആണ്. അപ്പോൾ R sin α = B sin α. അത് നമുക്ക് R/sin θ = B/sin α എന്നും എഴുതാം. ഇപ്പോൾ SNന് നമ്മൾ ചെയ്ത മാതിരി തന്നെ PM നോക്കുകയാണെങ്കിൽ A sin α = B sin β എന്ന് കിട്ടും. അത് സെയിം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അത് നമുക്ക് A/sin β = B/sin α എന്നും എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻസ്, അതായത് 4.24bയും 4.24cയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പം R/sin α = A/sin β = B/sin α എന്ന് കിട്ടും. അത് അടുത്തൊരു ഇക്വേഷനായിട്ട് നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് R/sin θ = B/sin α എന്നുള്ളത് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ sin α = B/R sin θ നമുക്ക് കിട്ടും. ഇത് നമുക്ക് അടുത്ത ഇക്വേഷനാക്കിയിട്ട് വയ്ക്കാം. R എന്ന് പറയുന്നത് √A² + B² + 2AB cos θ എന്നുള്ളത് 4.24a എന്ന് പറഞ്ഞ ഇക്വേഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ tan α വെച്ചിട്ടും നമുക്ക് ഡയറക്ഷൻ കാണാം. tan α = SN/OP + PN. അപ്പോൾ SN എന്ന് പറയുന്നത് എന്താണ്? B sin θ. OP എന്ന് പറയുന്നത് A ആണെന്ന് അവിടെ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ അല്ല, ആ ഒരു പാരലലോഗ്രാഫിൻ്റെ ഒരു ഇമേജ് തന്നെ തന്നിട്ടുണ്ട്. PN എന്ന് പറയുന്നത് B cos θ ആണ്. അപ്പോൾ B sin θ/A + cos θ എന്നാകും. അപ്പം 4.2a എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തരുന്നത് മാഗ്നിറ്റ്യൂഡും ഓഫ് ദ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ 4.24e ആൻഡ് 4.24f അതിൻ്റെ ഡയറക്ഷനാണ് തരുന്നത്. അപ്പോൾ 4.24a is known as laws of cosines and 4.24d is known as laws of sines. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേമാതിരി പുതിയ ടീച്ചിങ് വീഡിയോസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യും. താങ്ക് യു.